ഹലോ ഗായ്സ്, അപ്പോൾ വിഷുവൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. ഞാനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു. വിഷുവിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്നും കൂടി കാണണം, എന്നെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇന്നലത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഗൈസ്. അപ്പോൾ ബർത്ത്ഡേക്ക് എനിക്ക് അത്ര നല്ല മൂഡായിരുന്നില്ല. കാരണം ഒരുപാട് സങ്കടങ്ങൾ ഉള്ളതുകൊണ്ട് ആ ബർത്ത്ഡേ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ എന്നെക്കൊണ്ടായിട്ടില്ല. എനിക്കിപ്പം കുറേ നാളായിട്ട് ആരെ ബർത്ത്ഡേ വരുമ്പോഴോ, ഒന്നുകിൽ എൻ്റെ രണ്ട് മക്കളെ ബർത്ത്ഡേ ആണെങ്കിലും എൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും എന്തെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പുറത്ത് മീനിൻ്റെ ഒച്ചയാണ്. അപ്പോൾ എല്ലാവരും അത് സഹകരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നലത്തെ ബർത്ത്ഡേ അങ്ങ് കഴിഞ്ഞു. ഇന്നലെ ഞാൻ വിചാരിക്കാത്ത ഒരു സർപ്രൈസ് എൻ്റെ ഫ്രണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടല്ല, ഫ്രണ്ട്സ് ദിവ്യേച്ചിയും മിനിയേച്ചിയും കൂടിയിട്ട്. അതെനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ അല്ലെങ്കിൽ വിചാരിച്ചത് ഞാൻ തന്നെ കേക്ക് മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് മുറിച്ചിട്ട് കുട്ടികൾക്കെല്ലാം കൊടുക്കണം എന്ന് വിചാരിച്ചത്. പക്ഷെ എൻ്റെ മൂഡ് അത്രക്കും ഒരു ലോ ലെവലിലേക്ക് ഞാൻ താണു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ഞാൻ താണു പോവില്ല. എനിക്ക് എന്തില്ലെങ്കിലും വിജയിച്ച് കാണിക്കണം നമ്മളല്ലേ. നമ്മളെ മനസ്സെപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ്, പല പ്രതിസന്ധികളും ഉണ്ടാകും. പക്ഷേ ഒരിക്കലും ലോലോട്ട് പോകാൻ പാടില്ല. ആ പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്യണം. അപ്പോൾ ഇന്നലെ ബ്രാഞ്ചിൽ പോയി, അതായത് നമ്മുടെ ബാങ്കിലേക്ക് പോകുമ്പോൾ എനിക്ക് എന്തായാലും അവർക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് കൊടുക്കേണ്ടി വരും. അങ്ങനെ സ്വീറ്റ്സൊക്കെ കൊടുത്തു, ലഡു വാങ്ങിക്കൊടുത്തു. കൂട്ടത്തിൽ ഇവർ എന്നോട് പറയാതെ തന്നെ ഒരു കേക്ക് അറേഞ്ച് ചെയ്തു. എനിക്ക് അവർക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് ഞാൻ അവിടെ നിന്ന് തന്നെ അൺബോക്സ് ചെയ്തു. അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി ഒരു ടോപ്പ്. ഇത് ഞാൻ ഒരു തവണ വാങ്ങാൻ വിചാരിച്ച സാധനം കേട്ടോ. അതവരെനിക്ക് ഈ വീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ടോപ്പ് അവരെനിക്ക് തന്നു. അടിപൊളിയല്ലേ? സന്തോഷമായി ഗൈസ്. കാരണം നമുക്കൊരു മുട്ട് സൂചി കിട്ടുന്നതാണെങ്കിലും ഗിഫ്റ്റായിട്ട് കിട്ടുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ബർത്ത്ഡേ. അങ്ങനെ ഒരു ക്യാപ്ഷൻ ഞാൻ ഇട്ടിട്ടില്ല. കാരണം വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ, പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതെന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു സ്വർണത്തിനേക്കാളും വിലമതിക്കാത്ത ഒരു ഗിഫ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ദിവ്യേച്ചി ആൻഡ് മിനിയേച്ചി. അതുപോലെ തന്നെ കേക്കൊക്കെ മുറിച്ചു. ചെറിയൊരു രീതിയിലൊരു സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ബർത്ത്ഡേയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആരെയാണ് നമ്മൾ ചിന്തിക്കൽ, ഇമാജിൻ ചെയ്യൽ? ശരിക്കും പറഞ്ഞാൽ അമ്മമാർ തന്നെയായിരിക്കും. നമ്മളൊരു അമ്മയായി കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ നമ്മളെത്രത്തോളം എഫേർട്ട് എടുത്ത് വളർത്തി എന്നത് ചിന്തിച്ചു പോകുന്നത്. അപ്പം ഞാൻ ഇന്നലെ എൻ്റെ അമ്മയെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വേറൊരു കാര്യം, ഇന്നലെ ബർത്ത്ഡേക്ക് എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതെനിക്ക് ഭയങ്കര സങ്കടമായി. അതുപോലെ തന്നെ ഞാൻ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. വേറെ കാര്യം ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് അമ്മ വിളിച്ച് എന്നോട് ചോദിക്കും, ചിന്നു നീ എന്താ എനിക്ക് ഒരിക്കൽ വിളിച്ചുകൂടെ, നീ നാട്ടിലുണ്ടോ എന്ന് ചോദിക്കലുണ്ട്. അപ്പം എൻ്റെ നിക്നെയിം ചിന്നു എന്നാണ്. അപ്പോൾ എല്ലാവർക്കും അവരവരെ വീട്ടിൽ ഉണ്ടാവുമായിരിക്കില്ലേ ഓരോരോ നെയിം. അതുപോലെ നിക്നെയിം ചിന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ ഇന്നലത്തെ ബർത്ത്ഡേയും